PMSRI പ്രശ്നം പരിശോധിക്കാൻ ഒരു ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി KM ഷാജി. കമ്മിറ്റി തീരുമാനം അറിയിക്കട്ടെ, അതിനുശേഷം തങ്ങൾ ഔദ്യോഗികമായി പ്രതികരിക്കും. UDF കൺവീനർ എന്താണ് പറഞ്ഞതെന്ന് തനിക്കറിയില്ല. PMSRIയെ കുറിച്ച് താൻ സ്വീകരിച്ച നിലപാട് തനിക്ക് വ്യക്തമാണ്. PMSRIയിൽ നിന്ന് പിന്മാറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഉപസമിതിയാണ്. കരാറിൽ ഒപ്പുവെച്ചവർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ഇപ്പോൾ ഒപ്പിട്ടവർ അതിനെ ചോദ്യം ചെയ്യുകയാണ്. PMSRI കരാർ ഒപ്പിടുന്നതിൽ ജോൺ ബ്രിട്ടാസ് പാലമായും ഇടനിലക്കാരനായും പ്രവർത്തിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. കാരണം PMCയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമസഭയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അസംബ്ലിയിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായി കമൻറ്റ് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. അതിനു മുമ്പ് നമുക്ക് പിന്നെ വേറെ വേണമെങ്കിൽ പലതും പറയാം. പക്ഷെ ഒരു മന്ത്രി എന്നുള്ള ആൾക്ക് ക്യാബിനറ്റിൻ്റെ സ്പിരിറ്റിനെതിരായിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കും. അത് അറിയില്ല, അദ്ദേഹത്തോടൊന്നും എനിക്കറിയാത്തൊരു കാര്യത്തിൽ ഞാൻ കക്ഷികളാത്ത കാര്യത്തിൽ പറയുന്ന കാര്യം. ഇന്നലെ പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ കുഞ്ഞാർ സാഹിബ് നേരത്തെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ ഷംസു ഉണ്ടായിരുന്നു, സച്ചും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. അതെന്താണ് കാര്യം വെച്ചാൽ പിന്നെ അവരാണ് അതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഞാൻ ആ ക്യാബിനറ്റിലൊരു അംഗം മാത്രമാണ്. ആ ക്യാബിനറ്റിൽ എടുത്ത തീരുമാനം ഒരു സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ പറയേണ്ട നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ട് ഒരു മന്ത്രി എന്നുള്ള നിലത്ത് ക്യാബിനറ്റ് അംഗങ്ങൾ ഞാനെന്നാണ് പറയുന്നത്. ഞാനത് ക്യാബിനറ്റിൽ ഡിസ്കഷൻ പറഞ്ഞു.